മക്കളെ, ഇനി ക്രിസ്മസ് പരീക്ഷയ്ക്ക് എത്ര ദിവസം ബാക്കിയുണ്ട് എന്ന് നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? കുറച്ച് പേരൊക്കെ അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് തുടങ്ങിയിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത്, ഇനിയും പ്രിപ്പറേഷൻസ് ഒന്നും സ്റ്റാർട്ട് ചെയ്യാതെ പരീക്ഷ എത്തട്ടെ, തലേ ദിവസം പഠിക്കാം എന്ന് വിചാരിച്ചിരിക്കുന്നവരോടാണ്. അപ്പോൾ ഓണപരീക്ഷ എത്തിയപ്പോഴും നിങ്ങൾ എല്ലാവരും ഇങ്ങനെ തന്നെ വിചാരിച്ചിട്ടുണ്ടാവും, കുറച്ച് ചാപ്റ്റേഴ്സ് അല്ലേ ഉള്ളൂ, ഇതിനു മുമ്പേ ഇങ്ങനെ ഇത്ര പ്രശ്നമാക്കി പഠിച്ചു തുടങ്ങേണ്ട ആവശ്യമൊന്നുമില്ല, തലേന്ന് ഇരുന്ന് പഠിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഫുൾ മാർക്ക് മേടിക്കാം എന്ന് വിചാരിച്ചിട്ടുള്ള കുറേ പേരുണ്ടാവും അല്ലേ? അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ മാറി വന്നത്. അപ്പോൾ തന്നെ അത് ഭയങ്കരമായിട്ടൊരു തിരിച്ചടിയാണ് നിങ്ങൾക്ക് കിട്ടിയത്. നമ്മൾ വിചാരിക്കാത്ത പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് അല്ലേ? ഏതൊക്കെ പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് പരീക്ഷയ്ക്ക് ഉണ്ടാവുക? ഒന്ന്, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ് അല്ലേ? അതായത് ഒരു ചോദ്യം 4 ഓപ്ഷൻസ് ഉണ്ടാവും. അപ്പോൾ ഓപ്ഷൻസ് കാണുമ്പോൾ നമ്മൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൺഫ്യൂഷൻസ് ആവും. അങ്ങനെ കൺഫ്യൂസ്ഡ് ആകരുതെങ്കിൽ കൃത്യമായിട്ട് നമ്മൾ ടോപ്പിക് അറിഞ്ഞിരിക്കണം. രണ്ടാമതായിട്ട് വരുന്നത് സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. 2 സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ട് നമ്മളോട് ഇതിൽ ഏതാണ് ശരി എന്ന് ചോദിക്കുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. പിന്നെ നമുക്ക് 2 മാർക്കിൻ്റെയും 3 മാർക്കിൻ്റെയും 4 മാർക്കിൻ്റെയും ഒക്കെ ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള ചോദ്യ പേപ്പറിൻ്റെ ചോദ്യങ്ങളുടെ പാറ്റേൺ മാറിയത് മാത്രമല്ല, ചോദ്യങ്ങൾ വരുന്ന രീതിയിലും കംപ്ലീറ്റ് ആയിട്ട് മാറ്റങ്ങളുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ തലേന്ന് ഒരൊറ്റ ദിവസം കൊണ്ട് പഠിക്കാമെന്ന് പറയുന്നത് ശരിക്കും ഇനി നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യാൻ പോകുന്ന ഏറ്റവും വലിയ മണ്ടത്തരായിരിക്കും. അപ്പോൾ ഇപ്പം നിങ്ങൾ വിചാരിക്കുക ഇതുവരെ ഒന്നും പഠിച്ചിട്ടില്ല, ഫ്രം സീറോയിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്ന് നിങ്ങൾ വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ എങ്ങനെ നമ്മൾ പഠിച്ചു തുടങ്ങും? സോ നിങ്ങൾ ആദ്യം പ്രയോറിറ്റൈസ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ചാപ്റ്റേഴ്സാണ്. അപ്പോൾ എല്ലാവരും പറയും ഏറ്റവും എളുപ്പമുള്ളത് ആദ്യം പഠിക്കുക. അങ്ങനെയല്ല, കാരണം നമ്മൾക്ക് കുറച്ചധികം എഫേർട്ടും ടൈമും ഒക്കെ കൊടുക്കേണ്ടി വരിക ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾക്കാണ്. സോ നിങ്ങളിപ്പം ചിലർക്ക് മാത്സ് ആവും, ചിലർക്ക് ഫിസിക്സ് ആവും, ചിലർക്ക് കെമിസ്ട്രി ആകാം. അപ്പോൾ നിങ്ങൾ ഏറ്റവും ടഫായിട്ടുള്ള നിങ്ങളുടെ സബ്ജക്റ്റിനെ നിങ്ങൾ ആദ്യം എടുക്കുക. എന്നിട്ട് അതിൽ എത്ര ചാപ്റ്റേഴ്സ് പഠിക്കാനുണ്ട് എന്ന് കൃത്യമായിട്ട് നോട്ട് ചെയ്യുക. അതിനുശേഷം അതിൽ തന്നെ നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഓരോ ചാപ്റ്ററിനും പഠിക്കാനായിട്ട് അല്ലെങ്കിൽ ഡിഫിക്കൽട്ടി ലെവൽ എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആയിരിക്കും. സോ നിങ്ങളുടെ പ്രയോറിറ്റി അനുസരിച്ച് ചാപ്റ്റേഴ്സിന് നിങ്ങൾ ടൈം അലോട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇനി നിങ്ങൾ നമ്മുടെ മുൻപിലായിട്ട് എത്ര ദിവസം ശരിക്കും പറഞ്ഞാൽ ബാക്കിയുണ്ട്? അപ്പോൾ നമുക്ക് പറയാം ഒരു 15 ദിവസം ബാക്കിയുണ്ട് എന്ന് നിങ്ങൾ വിചാരിക്കുക. 15 ദിവസം ബാക്കിയുണ്ടെങ്കിൽ നമുക്ക് ഇത്രയധികം ചാപ്റ്റേഴ്സ് പഠിക്കാനുണ്ട്. സോ എങ്ങനെ നമ്മൾ അതിൻ്റെ ടൈം അലോട്ട് ചെയ്യും? അപ്പോൾ അതിന് കൃത്യമായിട്ട് ചാപ്റ്റേഴ്സിൻ്റെ എണ്ണം മനസ്സിലാക്കി നിങ്ങളുടെ പ്രയോറിറ്റിക്ക് അനുസരിച്ച് ഡിവൈഡ് ചെയ്യുക. ഇപ്പോൾ എനിക്ക് വേണമെങ്കിൽ ജനറൽ ആയിട്ട് പറഞ്ഞുതരാം, പക്ഷെ ഓരോരുത്തർക്കും ഒരേപോലെ അല്ല അല്ലേ? ഡിഫറെൻ്റ് ആയിരിക്കും ഓരോരുത്തരുടെയും ഡിഫിക്കൽട്ടി ഉള്ള ചാപ്റ്റേഴ്സ് അല്ലെങ്കിൽ സബ്ജക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് മിസ് പറയുന്നത്, നിങ്ങളുടെ ആവശ്യം എന്താണോ അതനുസരിച്ച് ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്യുക ആൻഡ് സ്റ്റിക്ക് ടു ദ ടൈം ടേബിൾ നോ മാറ്റർ വാട്ട്. അപ്പോൾ ഇനി നമുക്ക് നാളെ ആയിക്കോട്ടെ, ഇന്ന് പഠിച്ചില്ലെങ്കിൽ സാരമില്ല എന്ന് വിചാരിക്കാനുള്ള സമയമില്ല. അപ്പോൾ അതുകൊണ്ട് ഇന്ന് നിങ്ങൾ ചിലപ്പോൾ ഒരൊറ്റ ചാപ്റ്റർ പഠിക്കാനായിരിക്കും വിചാരിച്ചിട്ടുണ്ടാവുക, മതി അത് മാത്രം നിങ്ങൾ പഠിക്കുക. അങ്ങനെ പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് തോന്നുകയാണ് എനിക്കൊരു റിവിഷൻ ക്ലാസ് കിട്ടിയിരുന്നെങ്കിൽ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നോട്ട് മാത്രമായിട്ട് കിട്ടിയിരുന്നെങ്കിൽ നന്നായിരിക്കും, ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയിരുന്നെങ്കിൽ നന്നായിരിക്കും എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാം. താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. അതല്ല, സ്വയമേ പഠിക്കാൻ ടൈം മാനേജ് ചെയ്യാൻ നിങ്ങൾ ഓക്കെ ആണെങ്കിൽ നിങ്ങൾ അങ്ങനെ തന്നെ പഠിച്ചു തുടങ്ങുക കേട്ടോ. പിന്നെ ഇനി രണ്ടാമതായിട്ട് നമ്മൾ പ്രയോറിറ്റി കൊടുക്കേണ്ടത് റിവിഷൻസിനാണ്. നമ്മൾ എന്ത് പഠിക്കുന്നു എന്നത് മാത്രമല്ല, നമ്മളത് പഠിച്ചത് എത്രത്തോളം റിവൈസ് ചെയ്തു എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മുടെ ബ്രെയിൻ എന്ന് പറയുന്നത് റോബോട്ടൊന്നും അല്ല അല്ലേ? മറ്റേ റോബോ ചിട്ടി ചെയ്തപ്പോൾ ഇങ്ങനെ വായിച്ചു നോക്കി പിന്നെ ജീവിതകാലം മുഴുവൻ അത് ഓർത്തിരിക്കാനായിട്ട് നമ്മുടെ ബ്രെയിൻ എന്ന് പറയുന്നത് ഒരിക്കലും റോബോട്ടല്ല. സോ നമ്മുടെ ബ്രെയിനിന് സ്റ്റിമുലേഷൻസ് കിട്ടിക്കൊണ്ടേയിരിക്കണം. അതിന് എന്താ ചെയ്യാൻ പറ്റുക? പീരിയോഡിക്കലി നിങ്ങൾ റിവിഷൻസ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പം ബേസിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മെത്തേഡ് ഉണ്ട്. അപ്പം നമ്മൾ ഇന്ന് പഠിക്കുന്ന കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക? ആദ്യത്തെ 1 മണിക്കൂറിനുള്ളിൽ ഒരു തവണ റിവൈസ് ചെയ്യുക. നെക്സ്റ്റ് 1 ഡേയിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഷോർട്ട് നോട്ട് വെച്ചിട്ട് റിവൈസ് ചെയ്യുക. അടുത്ത 1 വീക്ക് ആകുമ്പോൾ ഒരിക്കൽ കൂടി റിവൈസ് ചെയ്യുക. ഇങ്ങനെ ഒരു 3 സെറ്റോ റിവിഷൻ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ മക്കളെ, ഞാൻ ഉറപ്പ് തരുന്നു, പിന്നെ നിങ്ങൾ ആ സാധനം പരീക്ഷയുടെ തലേന്ന് മാത്രം എടുത്ത് വായിച്ച് നോക്കിയാൽ മതിയാവും. പിന്നെ നിങ്ങൾ അതിന് വേണ്ടിയിട്ട് സീറോയിൽ നിന്ന് പഠിച്ചു തുടങ്ങേണ്ടി വരില്ല. പലർക്കും വരുന്നൊരു പ്രശ്നമാണ്, ആദ്യം തൊട്ട് എല്ലാം നേരത്തെ പഠിക്കും എന്നിട്ടെല്ലാം മറന്നു, വീണ്ടും പരീക്ഷ ആദ്യം തൊട്ടേ ഇരുന്ന് പഠിക്കേണ്ടി വരും അല്ലേ? അപ്പം അങ്ങനെ ഉണ്ടാകാതിരിക്കണമെങ്കിൽ നിങ്ങൾ റിവിഷന് ഒരേപോലെ തന്നെ പ്രയോറിറ്റി കൊടുക്കുക. പിന്നെ നിങ്ങളുടെ മാക്സിമം പൊട്ടൻഷ്യൽസ് യൂസ് ചെയ്ത് പഠിക്കുക. മക്കളെ, ഈ ലോകത്തുള്ള എല്ലാ മനുഷ്യരുടെയും നിങ്ങൾക്കറിയാം ക്രേനിയൽ കപ്പാസിറ്റി, നമ്മുടെ ബ്രെയിനിൻ്റെ വലുപ്പം എന്ന് പറയുന്നത് സിമിലർ ആണല്ലേ? പക്ഷെ എന്തുകൊണ്ടാണ് ചിലർക്ക് ഭയങ്കരമായിട്ട് മാർക്ക് കിട്ടുന്നു, ചിലർക്ക്
മാർക്ക് കുറയുന്നു, ചിലർക്ക് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്നത് എന്തുകൊണ്ടാണ്? അത് നമ്മൾ നമ്മുടെ ബ്രെയിനിനെ യൂസ് ചെയ്യുന്ന ഡിഫറെൻറ്റ് വേ ആയതുകൊണ്ടാണ്. സോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളിലുള്ള പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് സെയിം ആണ്. നിങ്ങൾ നിങ്ങളുടെ പൊട്ടൻഷ്യൽ പുറത്തെടുക്കാത്തത് കൊണ്ടാണ് നിങ്ങൾ വിചാരിക്കുന്ന മാർക്ക് നിങ്ങൾക്ക് കിട്ടാത്തത്. സോ അതിനു വേണ്ടി ഹെൽപ്പ് ചെയ്യാൻ ഞങ്ങൾ എല്ലാവരും ഉണ്ടാവും. നിങ്ങൾ പഠിക്കാൻ തയ്യാറായി ഒന്ന് മുൻപോട്ടേക്ക് വന്നാൽ മാത്രം മതി. അപ്പോൾ ഒരിക്കൽ കൂടി മിസ് പറയുകയാണ്, ഇനി എന്നെ കൊണ്ടാവില്ല, അല്ലെങ്കിൽ എനിക്ക് മാർക്ക് കിട്ടിയില്ല, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റില്ല എന്ന് വിചാരിച്ച് മാറിയിരിക്കാൻ, അതുമല്ല എങ്കിൽ ഇതൊന്നും എനിക്ക് പറ്റില്ല, ഇല്ല എനിക്ക് പറ്റില്ല, അല്ലെങ്കിൽ ഞാൻ ചെയ്യില്ല എന്ന് വിചാരിച്ച് മാറിയിരിക്കാനുള്ളൊരു സമയമല്ല. മറിച്ച് എല്ലാം മാറ്റിവെച്ച് എനിക്കിത് സാധിക്കും, എനിക്കത് നേടണം എന്ന് മനസ്സിൽ ആഗ്രഹമുണ്ടാക്കിയെടുത്ത് മുൻപോട്ടേക്ക് വരേണ്ട സമയമാണ് ഇനി. ഓക്കെ, അപ്പോൾ ഇത്രയും നാൾ നിങ്ങൾ കളിച്ചു നടന്നില്ലേ, ഇനിയുള്ള കുറച്ച് ദിവസങ്ങൾ നിങ്ങൾക്ക് നല്ല മാർക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ട്, നന്നായി ഒന്ന് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളൊന്ന് ഇൻവെസ്റ്റ് ചെയ്ത് നോക്ക്. നിങ്ങൾ ആ പരീക്ഷ പേപ്പർ, ക്വസ്റ്റ്യൻ പേപ്പർ കയ്യിൽ കിട്ടുന്ന സമയം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. ക്ലാസ് റൂമിൽ ഇരിക്കുക, നമ്മുടെ ചുറ്റുമുള്ള എല്ലാ ആൾക്കാരും ഹാപ്പി ആയിട്ടിരുന്ന് പരീക്ഷ എഴുതുക, നമ്മൾ മാത്രം ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുക, നമുക്കറിയില്ല. ഒന്ന് ആലോചിച്ച് നോക്കിക്കുക ആ ഒരു സിറ്റുവേഷൻ. പലരും ആ ഒരു സന്ദർഭത്തിലൂടെ കടന്നു പോയിട്ടുണ്ടാവും അല്ലേ, ഞാനും കടന്നു പോയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിലേക്ക് വരരുത് എങ്കിൽ നിങ്ങൾ തയ്യാറാവുക, മെൻ്റലി പ്രിപ്പയർ ആവുക, പഠിക്കാൻ വില്ലിങ്നെസ്സോടുകൂടി മുൻപോട്ടേക്ക് വരിക. ഞങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ഒപ്പം ഉണ്ടാവും. ഓൾ ദി ബെസ്റ്റ്.